ക്ലാസ്സിൽ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ബാലന്റെ മേൽ ടീച്ചർ ശക്തിയായി ചോക്കഴിഞ്ഞു. പിന്നെ അവൻ ശാന്തമായി പഠനം കേൾക്കണമെന്ന് റൂളർ ഉപയോഗിച്ച് കടുത്ത ശിക്ഷ നൽകി. എന്നാൽ അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ അക്ഷരങ്ങൾ തിരിഞ്ഞുകൊണ്ടിരുന്നു. വാക്കുകൾ മനസ്സിലാക്കുന്നത് അവന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ബാല്യകാലം മുതൽ അവന് ഡിസ്ലെക്സിയ ഉണ്ടായിരുന്നു. അച്ചാനക് അവന്റെ സഹനം പൊട്ടിപ്പോയി. അവൻ തന്റെ ബാഗിലെ എല്ലാ പുസ്തകങ്ങളും എടുത്ത് കുപ്പിത്തൊട്ടിയിലെറിഞ്ഞു. കോപത്തിൽ ബാഗും കോറിഡോറിലേക്ക് എറിഞ്ഞു. ഈ കാര്യം അവന്റെ അച്ഛനിലേക്കെത്തി. അച്ഛൻ അവനെ ഒരു അടിയടി കൊടുത്തു. പക്ഷേ ബാലന് വിഷമമുണ്ടായില്ല. മറിച്ച് അവൻ ചെറുതായി ചിരിച്ചു. ആ ദിവസം ടീച്ചർ അവനോട് ശക്തമായി വായിക്കാൻ പറഞ്ഞു. പക്ഷെ അവന് ശരിക്കും വായിക്കാൻ കഴിഞ്ഞില്ല. ടീച്ചർ വീണ്ടും വീണ്ടും സമ്മർദ്ദം ചെലുത്തി. മുഴുവൻ ക്ലാസും ചിരിക്കാൻ തുടങ്ങി. അവസാനം അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. എന്നാൽ അവന് ലജ്ജ തോന്നിയില്ല. അവൻ കോറിഡോറിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. അച്ഛൻ വിഷമിച്ച് അവനെ ബോർഡിംഗ് സ്കൂളിലേക്ക് അയച്ചു. കുടുംബം പോകുന്നത് കണ്ടപ്പോൾ ബാലൻ കരഞ്ഞു. അവന്റെ മൂത്ത സഹോദരൻ നൽകിയ ഡ്രോയിംഗ് ഉപകരണങ്ങൾ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവയിലും അവന് താൽപ്പര്യമില്ലാതായി. അവൻ പലപ്പോഴും കിടക്കയിൽ ശൂന്യമായി നോക്കിയിരിക്കുമായിരുന്നു. രാത്രി ഒളിച്ച് ബാത്റൂമിൽ പോയി കരഞ്ഞ് തണുത്ത വെള്ളത്തിൽ കണ്ണുനീർ കഴുകുമായിരുന്നു. അപ്പോഴാണ് പുതിയ ആർട്ട് ടീച്ചർ വന്നത്. അവർ ജോക്കറിനെ പോലെ വസ്ത്രം ധരിച്ച് കുട്ടികളുമായി കളിക്കുമായിരുന്നു. പക്ഷേ ഈ ബാലൻ എല്ലായ്പ്പോഴും ഒറ്റയ്ക്കിരുന്നു. ഒരു ദിവസം ടീച്ചർ എല്ലാവർക്കും ശൂന്യമായ പേപ്പർ നൽകി പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കൂ. എല്ലാവരും എന്തെങ്കിലും വരച്ചു. പക്ഷെ അവന്റെ പേജ് മാത്രം ശൂന്യമായി തുടരുകയായിരുന്നു. ടീച്ചർ അത് ശ്രദ്ധിച്ചു. അവനെ ശകാരിച്ചില്ല. ഓഫീസിൽ പോയി അവന്റെ നോട്ട്ബുക്കുകൾ പരിശോധിച്ചു. അവന്റെ എല്ലാ തെറ്റായ വാക്കുകളും കണ്ണാടി പോലെ മറിഞ്ഞെഴുതിയിരുന്നതായി അവർ കണ്ടെത്തി. അപ്പോഴാണ് അവന് മനസ്സിലായത്, ഈ കുട്ടിയെ എല്ലായ്പ്പോഴും തെറ്റായി മനസ്സിലാക്കിയിരുന്നു. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഒരു കഥ പറഞ്ഞു. വായിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കുട്ടിയെക്കുറിച്ച്. പുസ്തകങ്ങൾ കീറുകയും പെൻസിലുകൾ തകർക്കുകയും ചെയ്യുന്ന കുട്ടി. അവർ ചോദിച്ചു, ആ കുട്ടി ആരായിരുന്നു? മുഴുവൻ ക്ലാസും ചിരിച്ചു. ബാലൻ ഭയപ്പെട്ടു. പക്ഷെ പിന്നീട് ടീച്ചർ പറഞ്ഞു, ആ കുട്ടി ഐൻസ്റ്റീൻ ആയിരുന്നു. ബാലൻ അതിശയത്തോടെ നിന്നു. ടീച്ചർ പറഞ്ഞു, ചിലർ ലോകത്തെ വ്യത്യസ്തമായി കാണുന്നു. പക്ഷെ അവർ തന്നെയാണ് യഥാർത്ഥ ജീനിയസുകൾ. ആ ദിവസം പുറത്തു നടന്ന ക്ലാസ്സിൽ എല്ലാവരും പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയായിരുന്നു. ബാലൻ ഒരു മരക്കഷ്ണത്തിൽ പെൻസിൽ കുത്തി ഇലകളാൽ പായലുണ്ടാക്കി സ്വയം സഞ്ചരിക്കുന്ന ചെറിയൊരു പടവ് നിർമ്മിച്ചു. അവനുണ്ടാക്കിയത് കണ്ടപ്പോൾ ടീച്ചറും എല്ലാ കുട്ടികളും കൈയടി ചെയ്തു. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഉടൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.